ശ്രീ ഗോകുൽ ഗോപിനാഥ്, BJPക്ക് അനുകൂലമായി ചരിത്രം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് കേന്ദ്രം നടപ്പാക്കുന്നതെന്നുള്ള ആരോപണം മുൻപ് മുതൽ തന്നെ നിലവിലുണ്ട്. PMC അതിന്റെ ഒരു ഭാഗമാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇവർ കാലാകാലങ്ങളായി അല്ലെങ്കിൽ എല്ലാ ഘട്ടത്തിലും എതിർത്ത വലിയ സമരങ്ങൾ നടത്തിയ സംഘപരിവാർ വൽക്കരണമാണ്, കാവ്യവൽക്കരണമാണ്, ഹിന്ദുത്വവൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒരു രീതിയിലും ഈ പദ്ധതി, പ്രത്യേകിച്ച് 2020 വിഭാവനം ചെയ്ത നടപ്പിൽ വന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-ഉം SFI DYFI സ്വീകരിച്ചത്. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ കഴിഞ്ഞ 4 വർഷത്തോളമായി നഷ്ടപ്പെട്ട കോടാനകോടി രൂപയുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലും കേരളത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായി പെരുകി വരുന്ന കടം, അത് ഏകദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ അത് 4.7 ലക്ഷം കോടി രൂപയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ധനക്കമ്മി 2023-24 വർഷം, സാമ്പത്തിക വർഷം ഏകദേശം 34,528 കോടി രൂപയുടെ ധനക്കമ്മിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 34% കഴിഞ്ഞ വർഷത്തെ ധനക്കമ്മി ഉയർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റവന്യൂ കമ്മി 18,140 കോടി രൂപയുള്ള ഒരു സംസ്ഥാനമാണ്, സാമ്പത്തിക സ്ഥിതിയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോ സാമ്പത്തികമായി ഒരു രീതിയിലും ഔന്നത്യമില്ലാത്ത, സാമ്പത്തികമായി ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത, സാമ്പത്തികമായി ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ള സംസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്തുകൊണ്ടിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ വിമർശിച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ സമയങ്ങളിലും മുടക്കം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പദ്ധതികളെ അതിന്റെ സാമ്പത്തികവും സാമൂഹികവും അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ മുൻനിർത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ ഇപ്പോ അനുകൂലമായ സാഹചര്യമാണ് സ്വീകരിക്കുന്നത്. നല്ലത്.